മഴക്കാലം ഇപ്പം മലയാളിക്ക് ഭയാശങ്കകൾ ഉണർത്തുന്ന ഒരു കാലമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സവിശേഷ സമൃദ്ധമായിട്ടുള്ള മഴ, ജൈവവൈവിധ്യം എന്നൊക്കെ പറയുമെങ്കിലും മഴ ഇപ്പം മഴ പേടിയിലാണ് മലയാളികളെന്ന് പറയാം, കുട്ടനാട്ടുകാർ പ്രത്യേകിച്ചും. കാരണം ഇങ്ങനെ ഈ വരാൻ പോകുന്ന ഒരു ദുരന്തകാലമായിട്ടാണ് ഈ മഴക്കാലത്തെ നമ്മൾ കാണുന്നത്. അങ്ങനെ ആയിരുന്നില്ല മുമ്പ്. വർഷകൃഷി തുടങ്ങേണ്ട സമയമാണ് ഇപ്പം ജൂൺ മാസത്തോടു കൂടി. അപ്പോൾ ഇത്തവണ വർഷകൃഷിയുടെ വിസ്തൃതി എത്രയുണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം കുറവായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വർഷകൃഷിയുടെ വിസ്തൃതി കുറയുകയാണ്. വർഷകൃഷിയുടെ വിസ്തൃതി കുറയുമ്പോൾ വെള്ളം ഉൾക്കൊള്ളാനുള്ള ഇടം വർദ്ധിക്കും എന്നുള്ളതാണ് കണക്ക്. പക്ഷേ അതിന് കാര്യക്ഷമമായിട്ടുള്ള വളരെ വിജിലൻ്റായിട്ടുള്ള നടത്തിപ്പ് വേണം, പരിപാലന പ്രക്രിയ. കാരണം വെള്ളം കയറി ഇറങ്ങാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പാടശേഖരം പ്രയോജനപ്പെടുത്തണം. തൂമ്പുകളൊക്കെ തുറക്കണം. ഒരു വശത്തൂടെ വെള്ളം കയറി മറുവശത്തൂടെ ഒഴുകിപ്പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. നെൽവയലുകൾ, നെൽപ്പാടങ്ങൾ, കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ ഫ്ലോ ത്രൂ സിസ്റ്റംസ്, നീരൊഴുക്ക് പ്രദേശങ്ങൾ മഴക്കാലത്താക്കണം. നമ്മൾ പറയും കായലിൻ്റെ വിസ്തീർണം കുറഞ്ഞു, കായലിൻ്റെ ആഴം കുറഞ്ഞു, വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി കുറഞ്ഞു. ഇതിനെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്നത് നമുക്ക് 55,000 ഹെക്ടർ ഉള്ള 550 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പാടശേഖരങ്ങളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും വലുതായിട്ട് കൃഷിയെങ്കിലും ഒരു 30% സ്ഥലത്തിൽ കൂടുതൽ രണ്ടാം കൃഷിയല്ല, വർഷകൃഷിയില്ല. 70% കൃഷിയില്ലാതെ കിടക്കുകയാണ് മഴക്കാലത്ത്. അപ്പോൾ ആ സ്ഥലങ്ങൾ നമ്മൾ എത്ര കൃത്യമായിട്ട് നീരൊഴുക്ക് പ്രദേശങ്ങളായി സംരക്ഷിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അക്കാര്യത്തെപ്പറ്റി നമ്മൾ ഒട്ടും ആലോചിക്കുന്നില്ല. വെള്ളം കയറി ഇറങ്ങാനുള്ള പ്രദേശങ്ങളായിട്ടത് മാറണം. അതോടൊപ്പം തന്നെ ചിലപ്പം വെള്ളം കയറി ഇറങ്ങുമ്പോൾ അവിടെ ബണ്ടുകളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ഒരു ആവാസ മേഖലയാണല്ലോ, അവരുടെ ഹാബിറ്റേഷൻസ്, അവർക്ക് പ്രശ്നമുണ്ടാകും. അതുകൂടെ കണക്കാക്കി റെഗുലേറ്റഡ് പമ്പ് ചെയ്ത് കൊടുക്കണം. കൃഷിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വിട്ടു തുറന്ന് ഇട്ടിട്ട് പോകാനും പാടില്ല. കാരണം അപ്പം പമ്പിങ് നടക്കണം. ഒരു ലെവല് പാടശേഖരങ്ങളിൽ വെള്ളം കുറച്ച് നിർത്താനും കഴിയണം. അതൊക്കെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. മറ്റൊരു കാര്യം, നമുക്ക് 2 ഓപ്പണിങ്സാണ് യഥാർത്ഥത്തിൽ കുട്ടനാട്ടിന് 3 ഓപ്പണിങ്സാണുള്ളത്. ഒന്ന് തണ്ണീർമുക്കം ബണ്ട്, അത് സ്വാഭാവികമായിട്ട് തുറന്നു കിടക്കുകയാണ്, പ്രശ്നമില്ല. തോട്ടപ്പള്ളി സ്പിൽവേ, പിന്നെ കായംകുളം കായലിനെ കുറച്ച് കാണരുത്. തോട്ടപ്പള്ളിയിൽ നിന്ന് ഉള്ള ഒരു കനാലാണല്ലോ നമ്മുടെ കായംകുളം കായലിലോട്ടുള്ള കനാൽ. ഈ കനാലിലൂടെ നല്ല വേഗതയിൽ വെള്ളം ഒഴുകും. പ്രത്യേകിച്ച് നാഷണൽ വാട്ടർവേയിലാണ് ഒഴുകി കായംകുളത്തൂടെ കടലിലോട്ട് പോവുകയാണ്. അവിടെ ഗ്രോയിൻസ് ഉണ്ട്, അല്ലെങ്കിൽ പുലിമുട്ടുള്ളത് കൊണ്ട് ഒരു തടസ്സവും ഇല്ലാതെ വെള്ളം ഒഴുകാം. വേലിയേറ്റത്തെ പ്രതിരോധിച്ച്, വേലിയേറ്റം ഉണ്ടെങ്കിൽ പോലും വെള്ളം ഒഴുകാൻ കഴിയുന്ന സ്ഥലമാണ്. അത് സംരക്ഷിക്കപ്പെടണം. അത് ഒഴുകാനുള്ള സൗകര്യം ഉണ്ടാക്കണം. എനിക്കറിയാം, തൃക്കുന്നപ്പുഴയിൽ 2 ലോക്കുണ്ട്. ആ 2 ലോക്കും തുറന്നു വെക്കാൻ കഴിയണം. അത് കുറേ കാലമായിട്ട് ഒരെണ്ണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. അത് തുറന്ന് വെള്ളം ഒഴുകാനുള്ള സൗകര്യം ചെയ്യണം. തോട്ടപ്പള്ളിയിൽ നമ്മുടെ 40 ഷട്ടേഴ്സാണുള്ളത്. അതിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന എത്രയാണെന്ന് നോക്കി മുഴുവൻ ഷട്ടറുകളും തുറന്നു വെക്കണം വെള്ളപ്പൊക്ക സമയത്ത്. അത് വെള്ളപ്പൊക്കം ഉണ്ടായി ജലനിരപ്പ് വർദ്ധിച്ചതിന് ശേഷം ചെയ്യേണ്ടതല്ല, മുൻകൂട്ടി നമ്മുടെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കുന്നത് പോലെ വെള്ളം ഒഴുകാനുള്ള സൗകര്യം ചെയ്യണം. അങ്ങോട്ട് വെള്ളം കടലിലോട്ട് ഒഴുകണം. പിന്നെ കടലിലെ വേലിയേറ്റ ഇറക്കങ്ങൾ വളരെ പ്രധാനമാണ്. ഏറ്റമുള്ള സമയത്ത് വെള്ളം കടലിലോട്ട് ഒഴുകില്ല, ഇറക്കത്തിനേ ഒഴുകുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും നോക്കി നടത്താനുള്ള സംവിധാനം ഉണ്ടാവണം. ഏറ്റത്തിന് അതാണ് തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഒരു പ്രശ്നം. കാരണം കടലിൽ നിന്ന് ഇങ്ങോട്ട് തിരയിളക്കം ഉണ്ടാകും. മഴക്കാലത്ത് നമുക്ക് എപ്പോഴാണ് കടലേറ്റം ഉണ്ടാകുന്ന സമയമാണ്. ഉയർന്ന രീതിയിൽ തിരമാലകളടിക്കും. ഈ തിരമാലകൾ 1-2 മീറ്റർ ഉയരം വരെ തിരമാലകളാണ്. ഒടിച്ചുകുത്തെന്നാണ് പറയുക. ഒടിച്ചുകുത്ത് നമ്മുടെ നാട്ടുകാർ പറയുന്നൊരു ഭാഷയാണ് ഒടിച്ചുകുത്ത്. കടലിൽ ഒടിച്ചുകുത്തുണ്ടായാൽ ആ ഒടിച്ചുകുത്തിനെ ഭേദിച്ച് വേണം വെള്ളം കടലിലോട്ട് ഒഴുകാൻ. അപ്പോൾ അത് ഏതാണ്ടൊരു മതിൽ പോലെ കടലിൽ ഫോം ചെയ്ത് നിൽക്കുകയാണ്. വെള്ളം കൊണ്ട് തന്നെ ഒരു മതിലുണ്ടാകുകയാണ്. അപ്പോൾ അതെന്ത് താഴുമ്പോൾ മാത്രമേ വെള്ളം ഒഴുകുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ 40 ഷട്ടറിലൂടെ 360 മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്തൂടെ മുഴുവൻ വെള്ളം അങ്ങോട്ട് തുടർച്ചയായിട്ട് ഒഴുകില്ല. ആ ഒഴുകുന്ന സമയത്ത് തന്നെ ഏറ്റവും ഇറക്കവും വളരെ പ്രധാനപ്പെട്ട
കാര്യമാണ്. ഇറക്കത്തിന് ഒഴുകും, ഏറ്റത്തിന് പ്രത്യേകിച്ചും നമുക്ക് ഈ ഒടിച്ചുകുത്തെന്നുള്ള ഉള്ള പ്രതിഭാസം ഉണ്ടാകുന്ന സമയത്ത് അതൊരു വലിയൊരു തടസ്സമായിട്ട് നിൽക്കുകയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഞങ്ങളുടെ ഗവേഷണ കേന്ദ്രം നടത്തിയ ഒരു പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ്. തോട്ടപ്പള്ളിയിൽ നിന്ന് കടലിലോട്ട് ഒഴുകുന്നതിനേക്കാൾ വേഗതയിലാണ് തോട്ടപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്ക് ഒഴുകുന്നത്. കായംകുളത്തേക്ക് ഒഴുകുന്നത് അതിനേക്കാൾ വേഗതയിലാണ്. അതെന്താണ്? അവിടെ വീതി കുറവാണെങ്കിലും അവിടെ ഹാർബറാണ്. അവിടെ ഇങ്ങനെ ഒരു തടസ്സമൊന്നുമില്ല, തിരയില്ല. കായംകുളം കായലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരയില്ല, ഒരു ശാന്തമായിട്ടുള്ള ഒരു കുളം പോലെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം സമൃദ്ധമായിട്ട് അവിടെ ഒഴുകിപ്പോകും. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ കടലിൻ്റെ വേലിയേറ്റ ഇറക്കങ്ങളുടെ പ്രശ്നമുണ്ട്, ഒപ്പം തന്നെ തിരയുടെ ഒടിച്ചുകുത്തെന്നുള്ള പ്രതിഭാസത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയും നമുക്ക് ഇങ്ങനെ ഒരു പുലിമുട്ട് എന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ വെള്ളം സമൃദ്ധമായിട്ട് ഒഴുകിയെന്നെ. പക്ഷെ അത് സൂക്ഷ്മതയോടെ പഠനങ്ങളുടെ പിൻബലത്തോടെ ചെയ്യേണ്ട കാരണമാണ്. പുലിമുട്ടുണ്ടാക്കുന്നതിന് അടുത്തപ്പോഴും കടലാക്രമണം ഉണ്ടാകുമെന്ന് പറയും, അതുകൂടെ പരിഹരിക്കാം. അപ്പോൾ എനിക്ക് ഈ വെള്ളപ്പൊക്ക കാലത്ത് നമ്മൾ ഒരു ഫ്ലഡ് ഫോർവാർണിംഗ് സിസ്റ്റം മുൻകൂട്ടി പറയാൻ വേണ്ടിയിട്ട് ഇപ്പം ഉള്ള സംവിധാനം ഉണ്ടാക്കണം. മുൻകൂട്ടി ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. എത്രമാത്രം മഴ നമുക്ക് നമ്മുടെ വനമേഖലയിൽ, കിഴക്കൻ മേഖലയിൽ, മലനിരകളിൽ പെയ്യുന്നുവെന്ന് അളക്കാനുള്ള ഒരുപാട് വർഷമാപിനികളൊക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്, എടുക്കണം. ഒപ്പം തന്നെ നദികളിലോട്ട് ഒഴുക്ക് എത്രയുണ്ട്, നദികളിലോട്ട് അല്ലെങ്കിൽ കുട്ടനാട്ടിലോട്ട് എത്ര വെള്ളം വന്നെത്തുന്നുവെന്ന് കൃത്യമായ കണക്ക് രേഖപ്പെടുത്തുന്ന കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. ഉദാഹരണത്തിന് തുമ്പമൺ, അച്ചൻകോവിലെ നദിയിലുള്ളതാണ് തുമ്പമൺ സ്റ്റേഷൻ. കേന്ദ്ര ജല കമ്മീഷൻ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഷനാണ്. അതുപോലെ തന്നെ പമ്പയിൽ മാലക്കര ഇല്ലേ, അതുപോലെ മീനച്ചിലാറ്റിൽ ആണെങ്കിൽ കിടങ്ങൂര്, മൂവാറ്റുപുഴയാറിൽ രാമമംഗലം, അപ്പോൾ കല്ലൂപ്പാറ, അതായത് അത് മണിമലയാറ്റിലാണ്. ഈ സ്ഥലങ്ങളിലൊക്കെ മിനിറ്റ് വെച്ച് അവിടെ കണക്ക് രേഖപ്പെടുത്തുന്നുണ്ട്, എത്രമാത്രം വെള്ളം പുഴയിലൂടെ നദിയിലൂടെ ഒഴുകുന്നുണ്ടെന്നുള്ളത്. ഇത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രമാത്രം വെള്ളം ഒഴുകി വരുന്നു. ഞങ്ങളുടെ ഒരു കണക്ക് ഈ 5 നദികളുണ്ടല്ലോ, ഈ 5 നദികളിലൂടെ ചേർത്ത് ഒരു ദിവസം 2000 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നുള്ള ഒരു ഒഴുക്കി കൂടുതൽ വന്ന ഉറപ്പ് കുട്ടനാട്ടി വെള്ളപ്പൊക്കവും മടവീഴ്ചയാണ്. വെള്ളപ്പൊക്കവും മടവീഴ്ചയായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ കണ്ട ഒരു കണ്ടെത്തലാണ്. അപ്പോൾ ഇത് നമുക്ക് പൊതുസമൂഹത്തെ അറിയിക്കണം. മുൻകൂട്ടി ഫ്ലഡ് പ്രവചനം അല്ലേ, പ്രളയ പ്രവചനത്തിനുള്ള സംവിധാനം ചെയ്യണം. എത്രമാത്രം വെള്ളം ഒഴുകുന്നുണ്ട്, എത്ര ഒഴുകി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കണക്ക് ഈ പ്രദേശങ്ങളിലെ കണക്കനുസരിച്ച് ഏതാണ്ട് ഒരു 8-9 മണിക്കൂർ കൊണ്ട് കുട്ടനാട്ടിൽ മടവീഴ്ച ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് കാര്യക്ഷമമായിട്ട് നമ്മുടെ ജനങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. നമ്മളെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയ വേലിയേറ്റ ഇറക്കങ്ങൾ വരുന്ന കറുത്തവാവും വെളുത്തവാവുമായിട്ട് ചേർന്ന്. ഇപ്പം വാവിൻ്റെ സമയമാണ്. ഒരു 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് 30-ാം തീയതി, പിന്നെ ഒരു 15-ാം തീയതിയാണ്. അപ്പോൾ ഈ വാവിനോടനുബന്ധിച്ച് 3 ദിവസം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വലിയ രീതിയിൽ ഹൈറ്റൈഡ് ഉണ്ടാവും. ടൈഡൽ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് വേലിയേറ്റം വർദ്ധിച്ചു നിൽക്കുന്ന സമയത്താണ് വെള്ളം കടലിലോട്ട് ഒഴുകില്ല. വലിയ ഉയർന്ന വേലിയേറ്റവും ഉയർന്ന തോതിലുള്ള വെള്ളം വരവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പ്രതിസന്ധി കൂടുതലാണ്. ഇത് 2018 ഇതുണ്ടായില്ല. 18 നമുക്ക് മഹാപ്രളയം ഉണ്ടായെന്ന് പറഞ്ഞെങ്കിലും അത് ആഗസ്റ്റ് 15-16 ആയിരുന്നു. അതൊരു 4 ദിവസം മുമ്പായിരുന്നെങ്കിൽ അന്ന് ഹൈറ്റൈഡിനോടൊത്തു വന്നേനെ, ഹയസ്റ്റ് ഹൈറ്റൈഡിനോടൊത്തു വന്നേനെ. ഇത് ഭാഗ്യവശാൽ നമുക്ക് 3-4 ദിവസം കഴിഞ്ഞതുകൊണ്ട് പിന്നെ കടലിൻ്റെ ഇറക്കം, കടലിൽ വെള്ളം സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത്, നമ്മുടെ വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടി നമ്മുടെ പാടശേഖരങ്ങളെ സജ്ജമാക്കണം. ഈ ഒരു മെസ്സേജ് കൊടുക്കണം. പാടശേഖരങ്ങളിലെ പുറം മടകൾ തുറന്നു വെച്ച് വെള്ളം കയറിയിറങ്ങാൻ ഉള്ള സൗകര്യം ചെയ്യണം. വെള്ളം മുഴുവൻ തോട്ടിലൂടെ ആറിലൂടെ ഒഴുകിപ്പോകണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കണ്ട. അവിടെ ഇടം കുറഞ്ഞു പോയി, ആഴം കുറഞ്ഞു പോയി, കൈകയറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ പറയുന്നത്. വെള്ളം വിസ്തൃതമായിട്ടുള്ള പാടശേഖരങ്ങളുണ്ട്. അത് മഴക്കാലത്ത്
ഏതാണ്ട് 70% സ്ഥലവും കൃഷിയില്ലാതെ കിടക്കുകയാണ്. അവിടെ കൂടെ വെള്ളം കയറി ഇറങ്ങുന്ന സ്ഥലമായിട്ട് മാറണം. വെള്ളം കയറി ഇറങ്ങിയാൽ എക്കലും അവിടെ വീഴും. ഇത് ബോധ്യപ്പെടുത്തണം. പിന്നെ വിട്ട് തുറന്നിട്ടിട്ട് പോവുകയും ചെയ്യരുത്. കാരണം അത് നമ്മുടെ പാടശേഖരങ്ങളുടെ ചുറ്റുമുള്ള ബണ്ടുകളിലാണ് കുട്ടനാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ജീവിക്കുന്നത്. അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് മാത്രമേ പമ്പിങ്ങിന് സർക്കാർ സബ്സിഡി കൊടുക്കൂ. കൃഷിയില്ലാത്ത സമയത്ത് പമ്പിങ്ങിന് സബ്സിഡി ഇല്ല. അതുകൊണ്ടെല്ലാം അടച്ചുപൂട്ടി പോവും. പക്ഷേ അത് പാടില്ല. പാടശേഖരത്തിൻ്റെ ജനങ്ങളുടെ ജീവിതമാണല്ലോ വളരെ പ്രധാനം. കൃഷി പോലെ തന്നെ പ്രധാനമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് റെഗുലേറ്റഡ് നിയന്ത്രിതമായ പമ്പിങ് ചെയ്ത് ജലനിരപ്പ് താഴ്ത്തി നിർത്തണം, അല്ലേ, വീടുകളിൽ വെള്ളം കയറാത്ത രീതിയിൽ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സംയോജിതമായ പ്രവർത്തനങ്ങളിലോടുകൂടി വേണം നമ്മുടെ ഫ്ലഡിൻ്റെ വെള്ളപ്പൊക്കത്തെ നേരിടാൻ. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഈ ആദ്യത്തെ മഴയങ്ങോട്ടായി, വെള്ളപ്പൊക്കമൊക്കെ വരുന്നതിന് മുമ്പ് ആദ്യത്തെ പടുമഴ ആയിക്കഴിഞ്ഞു. അതോടുകൂടി ഒരു വലിയൊരു പ്രതിഭാസം നമ്മുടെ നാട്ടിലുണ്ട്, ഊത്തയിളക്കം. മത്സ്യങ്ങളൊക്കെ ധാരാളമായിട്ട് ബ്രീഡിംഗ് ടൈമാണ്, പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. ഇതിനെല്ലാം പിടിച്ചു മാറ്റാൻ വേണ്ടി തെറ്റാലും വലയും കോരുവലയും ഒക്കെയായിട്ട് നോക്കിയിരിക്കുകയാണ്. ഇത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ നിരോധനം കർശനമായി നടപ്പിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മത്സ്യസമ്പത്ത് തകർന്നു പോകും. ഊത്തപിടുത്തം എന്നുള്ള ആ സംഭവം പൂർണ്ണമായിട്ട് നമുക്ക് നിരോധിക്കണം. എല്ലാ മത്സ്യങ്ങൾക്കും ഒരു വട്ടം മുട്ടയിടാനുള്ള ഒരു സാഹചര്യം നമ്മളങ്ങോട്ട് കൊടുക്കും. മുട്ടയിടട്ടെ, അത് കഴിഞ്ഞ് മത്സ്യം വർദ്ധിക്കട്ടെ. അതിനുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ പാടശേഖരങ്ങൾ. മത്സ്യം കയറി ബ്രീഡ് ചെയ്ത് വർധന ഉണ്ടാകുന്ന പാടശേഖരങ്ങളാണ് തുറന്നു കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് മത്സ്യബന്ധനം പിന്നെ ഒരു നിയന്ത്രണം ഉണ്ടാവണം. പ്രത്യേകിച്ചും ഊത്ത മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്ന രീതിയിൽ നിയന്ത്രണം ഉണ്ടാകണം. ഫ്ലഡിന് അത്ര ഭയാശങ്കകളോട് നോക്കേണ്ട. കാരണം നമ്മുടെ ഉള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിപ്പിച്ചാൽ നമുക്ക് വെള്ളപ്പൊക്കത്തെ നേരിടാൻ കഴിയും. നമ്മുടെ ഷട്ടറുകളൊക്കെ കൃത്യമായിട്ട് തുറന്നു വെക്കുക. ഓരുമുട്ടുകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. അത് ഇതുവരെയും മിക്ക സ്ഥലങ്ങളിലും എനിക്കിത് നേരിട്ടറിയാം. പല സ്ഥലങ്ങളിൽ ഈ ഓരുമുട്ട് പൊട്ടിച്ചു വിട്ടിട്ടില്ല. ഉപ്പ് കയറാതിരിക്കാൻ വേണ്ടി ഓരുമുട്ട് കെട്ടിയതാണ് വേനൽക്കാലത്ത്. അത് കഴിഞ്ഞാൽ കൃഷി കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് തുറന്നു വിടണം. അതൊക്കെ അടച്ചു വച്ചിരിക്കുകയാണ്. അത് തുറന്നു വിടണം. ഇതിനൊക്കെ ഏകോപിതമായി നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനത്തെ സജ്ജമാക്കാനും നമുക്ക് കഴിയണം.